എന്താണ് എയർ കൂൾഡ് എഞ്ചിൻ, ഓയിൽ കൂൾഡ് എഞ്ചിൻ, അതേപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ? ഈ 3 എഞ്ചിൻസിന്റെയും ഡിഫറൻസ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. എയർ കൂൾഡ് എഞ്ചിനിലോട്ട് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി പുറത്തുനിന്നുള്ള എയർ എടുത്തിട്ടായിരിക്കും നമ്മുടെ എഞ്ചിനെ തണുപ്പിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഹോട്ട് വെതറിലൊക്കെ ഇത് നല്ല രീതിക്ക് ചൂടാവാനും, അതേപോലെ തന്നെ ട്രാഫിക്കിലൊക്കെ നല്ല രീതിക്ക് നമുക്ക് എഞ്ചിൻ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ലോ മെയിൻ്റെനൻസ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓയിൽ കൂൾഡ് എഞ്ചിനിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ഒരു കൂളിന്റിലൂടെ നമ്മുടെ എഞ്ചിൻ ഓയിൽ പാസ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ എൻ്റയർ എഞ്ചിൻ തണുപ്പിക്കുന്നുണ്ടാവുക. ഇത് എയർ കൂൾഡിനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡും ആണ്, അതേപോലെ പ്രാക്ടിക്കലും ആണ്. പക്ഷേ ബഡ്ജറ്റ് നോക്കുമ്പോൾ എയർ കൂൾഡ് എഞ്ചിനേക്കാളും കുറച്ച് ബഡ്ജറ്റ് ഇതിന് കൂടുന്നുണ്ടാവും, കുറച്ച് മെയിൻ്റെനൻസും കൂടുതലാണ്. ഇനി ലിക്വിഡ് കൂൾ എഞ്ചിനിലോട്ട് വരുമ്പോൾ ഇതൊരു റേഡിയേറ്ററും അതേപോലെ തന്നെ ഒരു കൂളന്റിയും സഹായത്തോടു കൂടിയായിരിക്കും നമ്മുടെ എൻ്റയർ എഞ്ചിനെ തണുപ്പിക്കുന്നുണ്ടാവുക. ഇത് കമ്പാരിറ്റീവ്ലി രണ്ട് എഞ്ചിനേക്കാളും കുറച്ചും കൂടി ഹൈ പെർഫോമൻസും ആണ്, സ്റ്റേബിളും ആണ്. പക്ഷേ മെയിൻ്റെനൻസ് പാർട്ടിലോട്ട് വരുമ്പോൾ കുറച്ച് ബഡ്ജറ്റും ആണ്, ഹെവി മെയിൻ്റെനൻസ് ഉണ്ടാവും. നിങ്ങളൊരു ലോ മെയിൻ്റെനൻസ് പേഴ്സൺ ആണെങ്കിൽ ബെറ്റർ യു ഗോ വിത്ത് എയർ കൂൾഡ് എഞ്ചിൻ. നിങ്ങൾ സിറ്റിയിലും അതേപോലെ തന്നെ ടൂറിംഗ് ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഓയിൽ കൂൾഡ് എഞ്ചിൻ ആയിരിക്കും. പെർഫോമൻസും ടൂറിംഗും ഹൈ സ്പീഡും ആണ് നിങ്ങളുടെ പർപ്പസ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ. ഇതിനെല്ലാം അപ്പുറം നിങ്ങളുടെ നീഡും നിങ്ങളുടെ ബഡ്ജറ്റും ആയിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക, ഒരു ഹൈപ്പ് അല്ല.